അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ശൈത്വാനിയത്തിൻ്റെ പ്രയാസം കൊണ്ട് വളരെ കഷ്ടത്തിലാണ്, പരിഹാരമുണ്ടോ എന്ന് പല സഹോദരിമാരും വിളിച്ചു ചോദിക്കാറുണ്ട്. വർഷങ്ങളോളം മകൾക്ക് പൈശാചികമായ ബുദ്ധിമുട്ടാണ്. ഒരുപാട് പരിഹാരം ചെയ്തു നോക്കി, മാറ്റമില്ല എന്ന് പറയുന്ന ഉമ്മമാരുണ്ട്. അത്തരക്കാരോട് പറയാനുള്ളത്, ഒരുപാട് ചികിത്സകൾ ശൈത്വാനിയത്തുമായി ബന്ധപ്പെട്ട് ഉണ്ട്. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ചികിത്സ മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത്. ഒരുപാട് പഴക്കമുള്ള ശൈത്വാനിയത്തിന് അമല് ചെയ്തു കൊടുത്തിട്ടുണ്ട്, ഫലം പടച്ച തമ്പുരാൻ തന്നിട്ടുണ്ട്. അതുപോലെ ഒരുപാട് വർഷങ്ങളോളം സിഹറിൽ പ്രയാസപ്പെട്ട കുടുംബത്തിന് പരിഹാരം ചെയ്തു കൊടുത്തപ്പോൾ അവർക്ക് പരിഹാരം ലഭിച്ചിട്ടുണ്ട്. പ്രയാസപ്പെടുന്നവർക്ക് എൻ്റെ ഈ ചാനലിലൂടെ നിങ്ങൾക്ക് ചെയ്തു നോക്കാൻ വേണ്ടിയുള്ള ചില കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ചെയ്യേണ്ടത്, ഒരു പാത്രം വെള്ളമെടുക്കുക. ആ വെള്ളത്തിൽ ആയത്തുൽ കുർസി 170 തവണ മന്ത്രിച്ച് ഊതണം. അത്ഭുത മന്ത്രമാണ്. വെള്ളത്തിൽ മന്ത്രിച്ച് കുടിച്ചാൽ തന്നെ പിശാചിൻ്റെ പ്രവർത്തനം, അതിൻ്റെ ദുർബോധനം ശരീരത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നതാണ്. ശൈത്താന് പേടിച്ചു പോകുന്ന മന്ത്രമാണ് ആയത്തുൽ കുർസി. അതുകൊണ്ട് 170 തവണ വെള്ളത്തിൽ മന്ത്രിച്ച് രാവിലെയും വൈകുന്നേരവും ഉച്ചക്കും ഈ വെള്ളം കുടിക്കുക. ഇതേ വെള്ളത്തിൽ കുളിക്കുക. കുളിക്കുന്ന സമയത്ത് പൈശാചികമായിട്ട് ഉപദ്രവമുള്ളവരാണെങ്കിൽ അവർക്ക് മറ്റൊരു കാര്യം കൂടി പറയുന്നു. നിങ്ങൾ ഒരൽപ്പം കരിഞ്ജീരകവും അരൂതയും ഈ വെള്ളത്തിലിട്ട് തിളപ്പിക്കണം. എന്നിട്ട് ഈ മന്ത്രിച്ച വെള്ളം ഒഴിച്ച് ആ വെള്ളത്തിൽ കുളിക്കുക. രാത്രി കിടക്കുന്ന സമയത്ത് ആയത്തുൽ കുർസി ഓതിക്കിടന്നാൽ തന്നെ രാവിലെ വരെ പിശാചിൻ്റെ ഉപദ്രവം അടുക്കൂല എന്നാണ്. അതൊരു കാവലായിട്ട് നിൻ്റെ കൂടെ ഉണ്ടാകുമെന്നാണ്. യാത്ര പോകുമ്പോൾ ആയത്തുൽ കുർസി ഓതിയാൽ രക്ഷയാണ്. ബിസിനസ് നടത്തുന്ന സമയത്ത് ഓതിയാൽ ബറക്കത്താണ്. രോഗമുള്ളവർ ഓതിയാൽ ശിഫയാണ്. കല്യാണപ്രായമെത്തിയവർ ഓതിയാൽ അവർക്ക് വിവാഹം എളുപ്പത്തിൽ നടക്കും. അങ്ങനെ എല്ലാ വിഷയത്തിനും നമുക്ക് പറ്റുന്ന അത്ഭുത മന്ത്രമാണ് ആയത്തുൽ കുർസി. പതിവാക്കുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും.